ഗണിതശാസ്ത്രത്തിൻ്റെ വ്യാപ്തി, അന്നത്തെ ഭാരതത്തിൽ ഗണിതശാസ്ത്രത്തിനുണ്ടായിരുന്ന വ്യാപ്തി പ്രാചീന ഭാരതത്തിൽ വളരെ പ്രശംസനീയമാണ്. പാർത്ഥകർണവധായ മാർഗണഗണം ക്രുദ്ധോ രണേ സന്തതേ തസ്യാർദ്ധേന നിവാര്യ തത് ശരഗണം മൂലൈശ്ചതുർഭിർഹയാൻ ശല്യം ഷഡ്ഭിരഥേഷുഭി ത്രിഭിരഭി ഛത്രം ധ്വജം കാർമുകം ചിച്ഛേദാസ്യ ശിരശരഗണം ശിരശരേന കഥിതേ യാനർജുന സന്തതേ. ഒരു ഗണിതശാസ്ത്ര പ്രശ്നമാണ്, ഒരു പ്രോബ്ലം ഉന്നയിച്ചിരിക്കുക. ആരാണ് ഉന്നയിച്ചിരിക്കുന്നത്? ലീലാവതികാരനാണ്. ലീലാവതിയിലെ ഒരു ഗണിതശാസ്ത്ര പ്രശ്നം അവതരിപ്പിച്ചിരിക്കുന്നു. പാർത്ഥകർണവധായ മാർഗണഗണം ക്രുദ്ധോ രണേ സന്തതേ. കർണനെ വധിക്കുന്നതിന് വേണ്ടി ക്രുദ്ധനായ പാർത്ഥൻ തൻ്റെ തൂണീരത്തിൽ നിന്ന് കുറേ അമ്പുകൾ എടുത്തു. തസ്യാർദ്ധേന എടുത്ത അമ്പുകളുടെ പകുതി കൊണ്ട് തസ്യാർദ്ധേന നിവാര്യ തത് ശരഗണം, കർണൻ്റെ ശരഗണത്തെ, കർണൻ തൂകിയ എയ്തുവിട്ട അമ്പുകളെ തൂണീരത്തിൽ നിന്ന് പാർത്ഥൻ എടുത്ത, അർജുനൻ എടുത്ത അമ്പുകളുടെ പകുതി കൊണ്ട് നിവാര്യ തടുത്തിട്ട് മൂലൈശ്ചതുർഭിർഹയാൻ എടുത്ത അമ്പുകളുടെ വർഗമൂലത്തിൻ്റെ 4 ഇരട്ടി കൊണ്ട്, സ്ക്വയർ റൂട്ട് വർഗമൂലത്തിൻ്റെ 4 ഇരട്ടി കൊണ്ട് ചതുർഭിർഹയാൻ കുതിരകളെ തകർത്തു. എടുത്തതിൻ്റെ പകുതി കൊണ്ട് കർണൻ്റെ അമ്പുകളെ തടുത്തു. തൂണിരത്തിൽ നിന്ന് എടുത്ത അമ്പുകളുടെ പകുതി കൊണ്ട് കർണൻ അയച്ച അമ്പുകളെ തടുത്തു. തൂണിരത്തിൽ നിന്ന് മൊത്തം എടുത്ത അമ്പുകളുടെ തുകയുടെ വർഗമൂലത്തിൻ്റെ 4 ഇരട്ടി കൊണ്ട് കർണൻ്റെ കുതിരകളെ കൊന്നു. ശല്യം ഷഡ്ഭിരഥേഷുഭി ത്രിഭിരഭി ഛത്രം ധ്വജം കാർമുകം. 6 അമ്പുകൾ കൊണ്ട് ശല്യരെ കൊന്നു. ശല്യം ഷഡ്ഭിരഥേഷുഭി ത്രിഭിരഭി 3 അമ്പുകളെ കൊണ്ട് ഛത്രം ധ്വജം കാർമുകം കൊടമുറിച്ചു. കൊടി ഖണ്ഡിച്ചു, വില്ലറുത്തു. ചിച്ഛേദാസ്യ ശിരശരേണ കഥിതേ. ചിച്ഛേദ മുറിച്ചു, കൊന്നു എന്നുള്ള അർത്ഥത്തിൽ. ചിച്ഛേദാസ്യ ശിരശരേണ, ഒരു ശരം കൊണ്ട് അവൻ്റെ ശിരസ് മുറിച്ചു കർണൻ്റെ. കഥിതേ അനർജുന സന്തതേ. അങ്ങനെയാണെങ്കിൽ തൂണീരത്തിൽ നിന്ന് എടുത്ത അമ്പുകൾ കിത്തനെ. ഇത് ലീലാവതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വെറുതെ തമാശയ്ക്ക് വായിക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാണെന്നാണ് പറയുന്നത്. ഭാസ്കരാചാര്യൻ ഒന്നാമൻ, 2 ഭാസ്കരാചാര്യന്മാരുണ്ട്. ഈ ഭാസ്കരാചാര്യന്മാരിൽ ഒന്നാമൻ്റെ ഒരു കളിയാണ് ഈ കണ്ടതേ. ഇവിടെ നമ്മൾ ബോർഡൊക്കെ വെച്ച് എഴുതി കാണിച്ചാലേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. 10 സ്ക്വയർഡാണ് അതിൻ്റെ ആൻസർ, ഉത്തരം 10 സ്ക്വയർഡാണ്. 10 സ്ക്വയർഡ് എന്ന് വെച്ചാൽ 100 അമ്പുകളാണ് എടുത്തത്. വസ്തുതാപരമായ പ്രമാദമുണ്ട് ഇതിനകത്ത്. ഭാസ്കരാചാര്യർ ചിലപ്പോൾ മഹാഭാരതം കുട്ടിക്കൃഷ്ണമാരും വായിച്ചതുപോലെ വായിച്ചിട്ടുണ്ടാകുള്ളൂ. എന്താണ് കാരണം? ശല്യരെ കൊന്നില്ല അർജുനല്ല ശല്യരെ കൊന്നത്. ധർമ്മപുത്രനാണ്. അപ്പോൾ ശല്യരെ കൊന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
വ്യാഖ്യാതാക്കന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു സ്ഖലിതം എന്നൊക്കെ പറഞ്ഞ് വിടാനുള്ളതാണ്. ഗണിതശാസ്ത്ര പണ്ഡിതൻ മഹാഭാരതം വായിച്ചിട്ടുണ്ടാകും, അതിൻ്റെ വിശദാംശങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ടാകില്ല. അല്ലെങ്കിൽ ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ശല്യരെ തടഞ്ഞു എന്ന് അർത്ഥമെടുത്തോളുമായിരിക്കും എന്നും ഭാസ്കരാചാര്യൻ ഒന്നാം ഭാസ്കരാചാര്യൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ വ്യാഖ്യാതാക്കൾ എഴുതി വച്ചിരിക്കുന്നത് ശല്യരെ ഇദ്ദേഹം കൊന്നു എന്ന് തന്നെയാണ്. 6 ശരം കൊണ്ട്. ശല്യം ഷഡ്ഭിരഥേ ഇഷുഭി, ഷഡ്ഭിർ ഇഷുഭി, 6 അമ്പുകൾ കൊണ്ട് ചിച്ഛേദ, ശല്യരെ ഛേദിച്ചു എന്നാണ്. അപ്പം ഇത് വിനോദമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻ്റലിജൻഷ്യ, ഒരു ധൈഷണിക വർഗം ഭാരതത്തിലുണ്ടായിരുന്നു. എന്തൊക്കെ ചിന്തിച്ചിരിക്കുകയില്ല അവർ. പാശ്ചാത്യ ലോകത്തിന് മുഴുവനും ജ്യാമിതിയിലൂടെ മാർഗങ്ങൾ കാട്ടിക്കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ സാംസ്കാരികമായ, വൈജ്ഞാനികമായ, വിദ്യാപരമായ, ശാസ്ത്രപരമായ ആധമർണ്യത്തിന് കാരണക്കാരായ അനേകം ആചാര്യന്മാരുണ്ടായിരുന്നത് കൊണ്ട് ഈ സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ കൊല്ലരുത്, അവയ്ക്ക് അവയുടേതായ അസ്തിത്വം നാം വകവെച്ചു കൊടുക്കണം. അങ്ങനെ വകവെച്ചു കൊടുക്കുന്നതാണ് സംസ്കാരത്തിൻ്റെയും അഹിംസയുടെയും സത്യപരിപാലനത്തിൻ്റെയും മഹോന്നതമായ അനുഷ്ഠാന രീതി എന്ന് ഉപദേശിച്ചു തരാൻ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്, സമാധിയിൽ മുഴുകുന്നതൊക്കെ ജീവിതക്രമമായി ശീലിച്ചു പോന്നിരുന്ന വലിയ ഒരു ധൈഷണിക വർഗത്തിൻ്റെ സാംസ്കാരികമായ പരിരക്ഷയുടെ ശീതളമായ ഛായയിൽ ആമഗ്നമായി കിടന്നിരുന്ന ഉന്നതമായ ഒരു മനുഷ്യവർഗം. അവർക്കിപ്പോൾ പരിസ്ഥിതി ശാസ്ത്രം, അങ്ങനൊരു ശാസ്ത്രമൊന്നും ഭാരതത്തിലില്ല. അങ്ങനൊരു ശാസ്ത്രത്തിൻ്റെ ആവശ്യവുമില്ല. അതൊരു ശാസ്ത്രവുമല്ല. അതെല്ലാം കഥകളിലൂടെ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനാ ശ്ലോകങ്ങളിൽ, നമ്മുടെ കീർത്തന സാഹിത്യത്തിൽ, നമ്മുടെ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ ഒക്കെ പുല്ല് മുതൽ ആലുവരെയുള്ള സസ്യങ്ങളെ ദേവതകളായിട്ട് കണക്കാക്കുന്ന ശീലം നമുക്കുണ്ട്. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രമേ അത് മുറിക്കുകയോ അത് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി പാകപ്പെടുത്തി എടുക്കുകയോ ചെയ്യൂ. ഒരു മരം മുറിക്കുകയാണെങ്കിൽ 10 എണ്ണം വയ്ക്കണമെന്നാണ് അർത്ഥശാസ്ത്രത്തിലെ അനുശാസനം. അർത്ഥശാസ്ത്രത്തിൽ മാത്രമല്ല, മനുസ്മൃതിയിലും അങ്ങനെ ഉണ്ട്. അത്തരം ഒരു സംസ്കാരം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായിരുന്നു, നമ്മുടെ അനുഷ്ഠാനത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമായിരുന്നു സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുക എന്നത്. അത് മനസ്സിലാക്കി നോവൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് ഒ വി വിജയൻ. ഒ വി വിജയൻ്റെ മധുരം കായരി. അതാണ് സുകന്യ, ആൽമരത്തെ പ്രേമിക്കുന്ന സുകന്യ, ആൽമരത്തെ വരനായി വരിക്കുന്ന സുകന്യ. ഇത് മഹാഭാരതത്തിൽ നിന്ന് നേരെ വരുന്നതാണ്. വിജയൻ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. വായിക്കാതിരിക്കാൻ ന്യായമൊന്നുമില്ല. അതിൻ്റെ അത്ര വളരെ ആഴങ്ങളിലേക്ക് വായന കൊണ്ട് കിടക്കേണ്ട ആവശ്യമുണ്ടാകില്ല ഒരു വലിയ പ്രതിഭാശാലിക്ക്. മഹാഭാരതത്തിൻ്റെ ദർശനത്തിൻ്റെ ഒരു കഷണം കിട്ടിയാൽ മതി, അത് പൂരിപ്പിക്കാൻ വലിയൊരു പ്രതിഭാശാലിക്ക് സാധിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രത്യേകം പരിസ്ഥിതിപരമായ ഒരു പ്രത്യേക പഠനം ആവശ്യമില്ല. ഭാരതത്തിൻ്റെ വൃക്ഷായുർവേദത്തെ ഭാരതത്തിലെമ്പാടും രാഷ്ട്രീയമായി പ്രചരിപ്പിച്ച ആളായിരുന്നു ആര്? അശോകൻ. അശോകൻ്റെ കാലത്ത് BC 4-ാം ശതകത്തിൽ എവിടെ എന്ത് വൃക്ഷായുർവേദം ലോകത്തിൽ? ഒന്നുമില്ല. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് ആളുകളുടെ പാശ്ചാത്യരുടെ ഒരു വിനോദം. മൃഗങ്ങളെ കൊല്ലുക, വിനോദത്തിന് വേണ്ടി കൊല്ലുക. ഇതൊന്നും ഇവിടെ നടന്നില്ലെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെയും നടന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന
ഒരു സാംസ്കാരിക വ്യവസ്ഥിതി, ഒരാചാര വ്യവസ്ഥിതി, ഒരനുഷ്ഠാന പദ്ധതി ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഈ കാടുകളുടെയും മറ്റും അടുക്കുകളിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവികളാണ്. കാട്ടിൽ ഇലകൾ വീണ് ജീർണിച്ച് കിടക്കുന്ന ഇലകളിങ്ങനെ പൊക്കി മാറ്റി നോക്കുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ജീവികളും പ്രാണികളൊക്കെ അതിനകത്ത് നമുക്ക് പേരറിഞ്ഞുകൂടാത്ത, ഇതുവരെ പേര് സങ്കല്പിച്ചിട്ടില്ലാത്ത, പേരിട്ടിട്ടില്ലാത്ത എന്തെല്ലാം തരത്തിലുള്ള ജീവികൾ പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം. കൊച്ചു കൊച്ചു പ്രാണികൾ, വെള്ള നിറത്തിലുള്ള ചെതലിൻ്റെ രൂപത്തിലുള്ള നമുക്ക് പേരറിഞ്ഞുകൂടാത്ത ജീവികൾ. അങ്ങനെ ജീവൻ്റെ സാന്ദ്രമായ ആവാസ കേന്ദ്രമാണ് കാടുകളൊക്കെ. ഇപ്പോൾ വിമാനത്തിലിരുന്നുകൊണ്ട് നോക്കിയെന്നാൽ, നമ്മുടെ കേരളത്തിൽ വിമാനത്തിലിരുന്നുകൊണ്ട് നോക്കിയെന്നാൽ ഇവിടെ ആൾവാസമുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നില്ല. എന്താണെന്ന് തോന്നുന്നു? കാടാണെന്നേ തോന്നുള്ളൂ, കൊടും കാടാണെന്നേ തോന്നുള്ളൂ. പിന്നെ നമ്മളെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഉത്സാഹിച്ച് മരങ്ങളൊന്നും ഇല്ലാതെയാക്കാൻ നാമും നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ നേതാക്കന്മാരും എല്ലാവരും കൂടി അത്യുത്സാഹത്തോടുകൂടി ശ്രമിച്ച് അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ സംശയമൊന്നും. പക്ഷേ ഇതൊന്നും നമ്മുടെ ഋഗ്വേദ രചയിതാക്കളായ, ചതുർവേദ രചയിതാക്കളായ, അതിലെ മന്ത്ര ദ്രഷ്ടാക്കളായ, പ്രപഞ്ചത്തിൻ്റെ ആദി മൂല കന്ധത്തിൻ്റെ കാരണഭേദം അറിഞ്ഞിരുന്ന നമ്മുടെ സാക്ഷാത്കാര വേദികൾ, നമ്മളുടെ തത്വദർശികൾ ഇതൊന്നും ഒരു കാലത്തും സമ്മതിച്ചിരുന്നില്ല. അവരതിനെല്ലാം അനുശാസനങ്ങൾ നൽകിയിരുന്നു. ആ അനുശാസനങ്ങൾ പിന്നീട് ശാസ്ത്രങ്ങളായിരുന്നു. ഇന്ന് നമുക്ക് അത്തരം ശാസ്ത്രത്തെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ലാത്തതുകൊണ്ട് ഇത് പാശ്ചാത്യ ദേശത്ത് അമേരിക്കയിൽ അവർക്ക് വലിയ പ്രശ്നമായപ്പോൾ അമേരിക്കയിലെ വിദ്യാഭ്യാസ ചിന്തകന്മാരും കവികളും സാംസ്കാരിക നായകന്മാരുമൊക്കെ പ്രകൃതി വസ്തുക്കളെ ആവശ്യത്തിൽ കവിഞ്ഞ് നശിപ്പിക്കുന്നതും വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടത്തോടെ മരങ്ങൾ പിഴുതെടുക്കുന്നതും മുറിച്ചെടുക്കുന്നതും ഒക്കെ നിർത്തിയില്ലെങ്കിൽ ഈ ഭൂമി സുരക്ഷിതമായിരിക്കുകയില്ല എന്ന് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതവർക്ക് ഒരു ജീവിത പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോഴാണ്. ഭാരതത്തിലൊരിക്കലും അതുണ്ടായിട്ടില്ല, ഇപ്പോൾ പോലുമില്ല. ഇത്രയൊക്കെ അക്രമങ്ങൾ നമ്മുടെ സസ്യമേഖലയോട് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പോലും നമുക്ക് അതിൻ്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ മനസ്സിലായി തുടങ്ങിയിട്ടില്ല. അനുകരിച്ച് ഇവിടെയും എഴുതിപ്പോരുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്നും അവർക്ക് നിഷ്കർഷയുണ്ടായിരുന്നു. എവിടെ നിന്ന് വന്നു ഈ നിഷ്കർഷ? സർവഭൂതസ്ഥമാത്മാനം സർവഭൂതേഷു ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ഭഗവത്ഗീതയിലാണ്. നേരത്തെ പറഞ്ഞ ഈശാവാസ്യ മന്ത്രം സമാനമായ ആശയം വേറൊരു തരത്തിൽ ഇവിടെ ഇരിക്കുകയാണ്. അവിടെ ഒരു സംഗതി അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃഷ്ണൻ. എന്താണ്? ഈക്ഷതേ യോഗയുക്താത്മാ, യോഗദൃഷ്ടി. ഇതാണ് ഉപനിഷത് ദർശനത്തിൽ വ്യാസൻ വരുത്തിയിരിക്കുന്ന വ്യത്യാസമാണ് കണ്ടത്. ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. തന്നിൽ എല്ലാ ജീവജാലങ്ങളെയും തന്നിലും കാണുന്ന യോഗി. മറ്റടുത്ത് അങ്ങനെ ഒരു യോഗിയെക്കുറിച്ച് പറഞ്ഞില്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയുള്ളവന് എന്തായിരിക്കും അയാളുടെ ശീലം, അയാളുടെ രീതി, അയാളുടെ കാഴ്ച? സർവത്ര സമദർശന, എല്ലായിടത്തും സമദർശനമുള്ളവനായിരിക്കും. അതുകൊണ്ട് ഒരു ജീവിയെ നശിപ്പിക്കില്ല, ഒരു സസ്യത്തെ നശിപ്പിക്കുകയില്ല. ഈ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് എന്ത് വരാഞ്ഞത്? യഹോവ പകയോടുകൂടി മനുഷ്യരെ മുഴുവൻ നശിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു സങ്കല്പം ഇവിടെ വരാഞ്ഞത് ഈ സാംസ്കാരിക ദർശനം, ഈ ജ്ഞാനദർശനം, ഈ തത്വദർശനം ഇവിടെ സംസ്കാരത്തിൻ്റെ ആദിയിൽ തന്നെ രൂഢമൂലമായി ഇളക്കിക്കളയാൻ വയ്യാത്ത വിധത്തിൽ പ്രഗാഢമായി സ്ഥാപിച്ച് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം ഇവിടെ പിൽക്കാലത്ത് പോലും വരാഞ്ഞത്. ഇതൊരു സാംസ്കാരികമായ വ്യത്യാസമാണ്, വൈജ്ഞാനികമായ വ്യത്യാസമാണ്, ദാർശനികമായ വൈജാത്യമാണ്, ഒരു ജീവിത പൂർണ്ണതയെ ദർശിച്ചതിൻ്റെ ഫലമാണ്. ഈ വ്യത്യാസമുണ്ട് ഈ രണ്ട് പ്രളയ വർണ്ണനകൾക്ക് തമ്മിലും. മധു കൈഡഭന്മാരെ കൊന്നതിൻ്റെ പ്രതികാരം തീർക്കാൻ ഭൂമിയിൽ ആണ്ടുകിടന്ന്
തപസ് ചെയ്തുകൊണ്ടിരുന്ന ധുന്ധുവിനെ കൊല്ലുന്നതിൽ നിന്ന് ബൃഹദശ്വൻ വിമുക്തനായപ്പോൾ മഹർഷിക്ക് ഒരു വൈമനസ്യമുണ്ടായെങ്കിലും അദ്ദേഹം പോകുന്നത് വാനപ്രസ്ഥത്തിലേക്കാണ്. ബൃഹദശ്വൻ പോകുന്നത് വാനപ്രസ്ഥത്തിലേക്കാണ്. മാത്രമല്ല, തൻ്റെ പുത്രൻ ഈ ചുമതല ഏറ്റെടുത്തുകൊള്ളുമെന്നും തൻ്റെ പുത്രനെ ഈ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ബൃഹദശ്വൻ. കുവലാശ്വനെ യുവരാജാവായി അഭിഷേകം ചെയ്യിച്ചിട്ട് ഈ ചുമതലയും ഈ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചുകൊണ്ടാണ് ബൃഹദശ്വൻ വാനപ്രസ്ഥത്തിന് കാട്ടിലേക്ക് പോകുന്നത്. വാനപ്രസ്ഥത്തിന് കാട്ടിൽ സഹായത്തിനായി ബൃഹദശ്വൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തെ അനുഗമിച്ചു എന്ന് കഥയിൽ എഴുതിയിട്ടില്ല. സാധാരണ അങ്ങനെ സൂചിപ്പിക്കാറുള്ളതാണ്. ഭർത്താവ് പോയി എന്ന് പറഞ്ഞാൽ ഭാര്യയും പോയിട്ടുണ്ടാകും എന്ന് വായനക്കാരൻ ഊഹിച്ചു കൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വ്യാസൻ വിട്ടതാകാം. കാരണം ഒത്തിരി വർണ്ണനകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഭർത്താവ് പോയി എന്ന് പറഞ്ഞാൽ ഭാര്യയും പിന്നാലെ പോയിട്ടുണ്ടാകും എന്ന് വായനക്കാരൻ ഊഹിക്കട്ടെ, ചിന്തിക്കാനൊക്കെ ഇത്തിരി കഴിവ് വായനക്കാരൻ വന്നോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ വ്യാസൻ അങ്ങനെ ചെയ്യും. ഇത്രയും നേരമില്ലേ വ്യാസന്റെ കൂടെ പോയിരുന്നു, അപ്പൊ കുറേശ്ശെ ആ സംസ്കാരം കിട്ടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വിചാരിച്ച് അദ്ദേഹം അത് പറയാഞ്ഞതാവും. എന്തായാലും കാട്ടിലേക്ക് പോയി ബൃഹദശ്വൻ. അതുമുതൽ ഇവനെക്കുറിച്ചുള്ള അന്വേഷണമായി. ഈ ധുന്ധുമാരനെക്കുറിച്ച്. അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വഴിമാറിപ്പോകാമെന്നേ വിചാരിക്കുള്ളൂ. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ രണ്ടമുട്ട് പൊട്ടുന്നത് പോലെയാണ് പേര് വരുന്നത്. ധും ധൂ. അപ്പോൾ അയാളുടെ അമ്മയൊക്കെ എത്ര വിഷമിച്ചിട്ടുണ്ടാകും ഈ കുട്ടിക്കാലത്ത് വിളിക്കാനൊക്കെ. കുട്ടിക്കാലത്ത് വിളിക്കാൻ അങ്ങനെ അവരുടെ പല്ലൊക്കെ തെറിച്ച് പോയിട്ടുണ്ടാകും. ധും ധും ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ. ഇത് മകനാകുമ്പോൾ പല പ്രാവശ്യം വിളിക്കേണ്ടി വരുമല്ലോ. ഇവൻ വെറുതെ മണ്ണിലിരുന്ന് പിന്നെ മണ്ണിൽ കിടന്ന് തപസ് ചെയ്തതാണ്. പിന്നീട് കാലങ്ങൾ കൊണ്ട് മണ്ണ് വന്നിങ്ങനെ മൂടി 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 ഇടയ്ക്കൊന്ന് തലപൊക്കും, ഇടയ്ക്കൊരു നെടുവീർപ്പ് വിടും ഇദ്ദേഹം. അപ്പോഴാണ് ഈ ഭൂചലനങ്ങളും പർവ്വതത്തിൻ്റെ വിദാരിത പർവ്വതങ്ങളായി ഭൂമി കുലുങ്ങുന്നത്, പർവ്വതം വളർന്നു പോകുന്നു. 27,000 മക്കളുണ്ടാകും എന്നാണല്ലോ പറഞ്ഞത്. 27,000 പ്രജയാണ്. 27,000 പ്രജ എന്ന് പറഞ്ഞാൽ 27,000 ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്നാണ്. തന്നെപ്പോലെ തന്നെ താൻ കരുതുന്ന 27,000 ആളുകൾ. ആ കൂട്ടത്തിൽ സ്വന്തം മക്കളും ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അന്യന്മാരെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കുന്ന രീതിയായിരുന്നില്ല അന്ന്. തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും തൊഴിലാളി നേതാക്കന്മാർ ഡയറിയും കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന അത്യുന്നതമായ സാംസ്കാരിക പരിപാടി അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നില്ല. കഷ്ടമായിപ്പോയി. അന്നേ അത് വേണ്ടതായിരുന്നു. ഇദ്ദേഹം ഈ പരിസരമൊക്കെ നിരീക്ഷിച്ചു. ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ കാല് കുത്തിയാൽ കാല് താഴ്ന്നു പോകും. അതുകൊണ്ട് വ്യാസനത് വർണ്ണിച്ചിരിക്കുന്നത് മണൽക്കാട് എന്നാണ്. പിന്നെ മണൽ സാഗരം മരുഭൂമി എന്നൊക്കെ പറയുന്ന ഇല്ല, ഇന്നീ മരുഭൂമി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? മരുഭൂമിക്കെന്നുള്ള ഇപ്പോൾ മണലാരണ്യം എന്നല്ലേ പറയുന്നത്, അറിയിപ്പിക്കാൻ പറ്റും. ഇത് വ്യാസൻ പ്രയോഗിച്ചിട്ടുള്ള വാക്കാണ്. മണൽ സാഗരം, മണൽ കാട്. ഇപ്പോൾ നിന്ന് യുദ്ധം ചെയ്യാൻ സാധാരണഗതിയിൽ പ്രയാസമുള്ള സ്ഥലമാണ്. കാല് പൂഴ്ന്നു പോകും, പൂണ്ടുപോകും. മറ്റവൻ എഴുന്നേറ്റുന്നാൽ അവൻ്റെ കാല് പൂണ്ടു പോകില്ല. ഇതാണ് അവൻ്റെ കാലിന് ആനയുടെ കാലിൻ്റെ വണ്ണമാണ്. അപ്പോൾ താഴ്ന്നു പോകില്ല. വിസ്താരമുള്ളതുകൊണ്ട് താഴ്ന്നു പോകില്ല. പക്ഷേ 27,000 പേര് പോയി നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവർ മുട്ടുവരെ താഴ്ന്നു പോകാനുള്ള സാധ്യതകൾ എല്ലാം മനസ്സിലാക്കി അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്ന് കുവലാശ്വൻ നിശ്ചയിച്ചുറച്ചു. 27,000 പേരെയുമായിട്ട് അദ്ദേഹം ചെന്ന് ആദ്യം ഈ പാര, മൺവെട്ടി, കൂന്താലി, തൂമ്പ, ഇരുമ്പ് പാര ഇമാതിരി സാധനങ്ങളായിട്ടാണ് പോയിരിക്കുന്നത്. ഇത് ചുറ്റിൽ നിന്ന് മണ്ണ് മാറ്റുകയാണ്. ചില നിധികളൊക്കെ കിളച്ചെടുക്കുന്നത് പോലെ ഈ ദുന്ധുവിനെ കിളച്ച് കുഴി കുഴിച്ച് അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാനാണ്. ഇങ്ങനെ കൊഴിച്ചും വെട്ടിയും. അപ്പോൾ ഇടയ്ക്ക് വെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും കൊള്ളുന്നുണ്ട്. പക്ഷേ ഇതൊന്നൊരു വെട്ടുകൊണ്ടതായിട്ട് ഇദ്ദേഹം അറിയുന്നില്ല. കുംഭകർണനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചത് നമ്മളിതിനു മുമ്പ് ആ വർണ്ണന നാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊന്നും ഇദ്ദേഹം അറിയുന്നില്ല. ഇങ്ങനെ കിളച്ച് 27,000 പേരിൽ നിന്ന് കിളയ്ക്കുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പണി നീങ്ങും. അങ്ങനെ കിളച്ച് ഇദ്ദേഹവും കിളച്ചു. ആ രാജാവ്
അപ്പോൾ യോഗിയായ രാജാവാണ് ഈ കുവലാശൻ. ശരീരത്തിൽ നിന്ന് വന്ന ജലം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് സ്രവിച്ച ജലം യോഗജലമായിരുന്നു എന്നാണ് വ്യാസൻ വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വടിച്ച് അദ്ദേഹം തന്നെ കുടിച്ചു. ദാഹിച്ചിട്ടായിരിക്കും, അല്ല ഇപ്പോൾ അവിടെ വേറെ വെള്ളമൊന്നും കിട്ടാനില്ല, മരുഭൂമിയല്ലേ. പക്ഷെ അത് യോഗജലമെന്ന് പറഞ്ഞ് അതിനൊരു പ്രത്യേക പദവി, വേർപ്പ് കുടിച്ചതിന് ഒരു പ്രത്യേക, ദാഹിച്ചിട്ട് വേർപ്പേ കുടിക്കാനുണ്ടായിരുന്നുള്ളൂ അവർക്ക് എന്നതുകൊണ്ട് അതിന് പ്രത്യേക ഒരു പേര് കൊടുത്ത്, ഒരു മഹനീയമായ പേര് കൊടുത്ത് വേർപ്പ് കുടിയെ എന്താക്കി, യോഗജലം കുടിയാക്കി. എന്തായാലും നമുക്ക് വേർപ്പ് കുടിച്ചൊന്ന് ധരിക്കുക, അതോടുകൂടി ഓജസ് പെരുകിയെന്നാണ്. ഓജസ്സും തേജസ്സും പ്രഭയും കരുത്തും കൽപ്പും ഒക്കെ പെരുകി പെരുകി ശതഗുണീഭവിച്ചു. ഈ മണ്ണൊക്കെ മാറിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മരുഭൂമിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിഞ്ഞു കിടക്കാം, എന്താണെന്ന് കമന്നാണ് കിടന്നിരുന്നത്, അതൊക്കെ ഒന്ന് തിരിഞ്ഞു കിടന്നിട്ടൊന്ന് നോക്കാം. നന്നായിട്ട് നല്ല പണം മുടക്കി പിടിച്ചെടുക്കാമെങ്കിൽ അതിഗംഭീരമായിട്ട് സംവിധാനം ചെയ്യാവുന്ന ഒരു സീനായിട്ട് വരും ഇത്. ഇവൻ അവിടെ നിന്ന് പതുക്കെ പൊങ്ങുന്നതും ഈ 27,000 പേരും മറിഞ്ഞു പോകുന്നതും. 27,000 ആളുകളൊക്കെ ഒരുക്കി നിർത്തുന്നതിൻ്റെ പാടുണ്ടെങ്കിൽ തന്നെയും ഈ 27,000 ഭടന്മാരും അങ്ങ് മറിഞ്ഞു വീണു. ഇദ്ദേഹം എഴുന്നേറ്റതിൻ്റെ ക്യാറ്റ് കൊണ്ടാണ് മറിഞ്ഞത്, ആ ശരീരം മുട്ടിയിട്ടൊന്നുമല്ല. അത്ര ഗംഭീരമായ ക്യാറ്റാണ് ഉണ്ടാക്കിയത്. കാറ്റുകൊണ്ട് മറിഞ്ഞു വീണു ഇവർ 27,000 പേര്. അത് കഴിഞ്ഞ് ഓരോരുത്തരെയായിട്ട് പിടിച്ച്, വെറുതെ കിടക്കരുന്നല്ലോ വളരെ കാലം, ഇവരെ ഓരോരുത്തരെയായിട്ട് പിടിച്ച് അങ്ങ് തിന്നാൻ തുടങ്ങി ഇദ്ദേഹം, ഈ ധുന്തു. അപ്പോഴേക്കും ആയുധങ്ങൾ പ്രയോഗിച്ചു. അപ്പോൾ അതുമെല്ലാം ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് അതുമൊക്കെ തിന്നു. ആയുധങ്ങൾ തിന്നുന്ന ഒരാളെ, ഇപ്പോൾ ആറ്റം ബോംബ് കൊണ്ട് ഉപ്പുമാങ്ങ ഉണ്ടാക്കി കൂട്ടുന്ന ഒരാളെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനൊക്കെ, ആ ആറ്റം ബോംബ് കൊണ്ടുപോവാ. ഇവിടെ ഞാനൊരു ഭരണി വെച്ചിട്ടുണ്ട്, ഭരണിയുടെ അടുത്ത് ഉപ്പുമാങ്ങയ്ക്ക് പകരം ആറ്റം ബോംബ് ഉപ്പുമാങ്ങായിട്ട് ഇട്ടിട്ട് അതെടുത്ത് ചമ്മന്തി അരച്ച് കൂട്ടുന്ന ഒരുത്തനെ ആർക്കെങ്കിലും ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊരു അയച്ച ആയുധങ്ങളെല്ലാം ഇദ്ദേഹം തിന്നു. ചെല്ലുമ്പോൾ തന്നെ ദഹിച്ചു പോവുകയാണ് ഇതെല്ലാം. അങ്ങനെ ആയുധങ്ങൾ തിന്നു. അപ്പോൾ യുദ്ധത്തെ പരിഹസിക്കുന്ന ഒരാർഷമായ പരിഹാസത്തിൻ്റെ രീതിയിലും അതിൽ കാണാം. രാജാവും രാജാവിൻ്റെ ഭടന്മാരും കൂടി വലിയ ഗംഭീരന്മാരായ ഭടന്മാരാണ് ഇവരെ ഇതിനു വേണ്ടി പരിശീലിപ്പിച്ച് പ്രത്യേകമായ അഭ്യാസങ്ങളൊക്കെ കൊടുത്ത് അയച്ചിരിക്കുന്ന ആളുകൾ അയച്ച അമ്പുകളും തോമരങ്ങളും പട്ടങ്ങളും പ്രാസങ്ങളും പെണ്ഡിവാരവും എല്ലാം ആയുധങ്ങളുടെ പേരാണ്. അതൊന്നും നമുക്കിപ്പോൾ വിവരിക്കേണ്ട കാര്യമില്ല, അർത്ഥം പറയേണ്ട കാര്യമില്ല, അപ്പോൾ ഒരുപാട് സമയം പോകും. ഇതെല്ലാം ഇദ്ദേഹം ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് കൂട്ടിപ്പിടിച്ച് അങ്ങ് ചവച്ചങ്ങ് തിന്നു. ഈ ഇരുമ്പ് ആയുധങ്ങളൊക്കെ തിന്നു. അത് അയസ്കാന്തം കൊണ്ട് നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അതെല്ലാം അങ്ങ് തിന്നു. വളരെ കാലമായി ഗുരുത്വമുള്ള പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് ഈ കഴിക്കുന്നതൊക്കെ. പെട്ടെന്ന് ദഹിക്കാത്ത ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ അദ്ദേഹം ഉരുണ്ട് എഴുന്നേറ്റു. ഈ സമയം നോക്കി വിഷ്ണു കുവലാശനിലേക്ക് ആവേശിച്ച് തുടങ്ങിയ യുദ്ധത്തിൽ ഇദ്ദേഹവും യുദ്ധം ചെയ്ത് നിന്നെങ്കിലും കുവലാശനിൽ വിഷ്ണു ആവിഷ്ടനായതിന് ശേഷമുള്ള യുദ്ധത്തിൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന് തോന്നുകയാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ. അങ്ങനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പടർന്ന അഗ്നിജ്വാലയിൽ, വെളുത്ത അഗ്നിജ്വാലയിൽ, തീവ്രമായ ശുഭ്രഭാസുള്ള അഗ്നിജ്വാലയിൽ ഇദ്ദേഹം ഇല്ലാതെയായിപ്പോയി എന്ന് പറഞ്ഞാൽ ഒന്നും അവശേഷിച്ചില്ല, ഒന്നും ചാരം പോലും അവശേഷിക്കാത്ത വിധത്തിൽ അദ്ദേഹം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായി. ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രയോഗമാണ്. ഈ പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ബ്രഹ്മാസ്ത്രമല്ല അത്. പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ബ്രഹ്മാസ്ത്രത്തിന് പ്രത്യേക പേരുണ്ട്. അതിൻ്റെ പേര് ബ്രഹ്മശിരോസ്ത്രം എന്നാണ്. അശ്വത്ഥമാവ് ഉപയോഗിക്കാൻ ശ്രമിച്ചതല്ല, ഉപയോഗിച്ചത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഇദ്ദേഹത്തെ പരിപൂർണമായി ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരണുപോലും ശേഷിക്കാതെ പരമാണു നിശേഷമായി അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്തു കുവലാശൻ. ഈ ധുന്ധു ഇവിടെ തപസ് ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നു അല്ലേ? വളരെ കാലം കൂടുമ്പോഴാണ് അദ്ദേഹത്തിന് വിശപ്പ് വരുന്നത്. അത് ഈ തൻ്റെ അച്ഛന്മാരെ കൊന്ന വിഷ്ണുവിനെതിരായിട്ട് അതിന് വേണ്ടി വിഷ്ണുവിനെ തകർക്കാനുള്ള ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി
എപ്പോഴും ഇങ്ങനെ ആയുധങ്ങളൊന്നും ഭക്ഷിക്കാൻ കിട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയി മൃഗങ്ങളെയും മനുഷ്യരെയും അങ്ങോട്ട് പോകുന്ന മനുഷ്യരൊന്നും അങ്ങോട്ട് പോകാതെ ആയിട്ടാണ് അവിടെ ഇത് മണലാരണ്യമായി മാറിയത്. അങ്ങനെ കുവലാശ്വൻ ധുന്ദുവിനെ വധിച്ചു, ഇല്ലാതെയാക്കി. പരമാണു പോലും അവശേഷിക്കാത്ത വിധത്തിൽ ഉന്മൂലനം ചെയ്തു. ഇതാണ് ചോദിച്ചത് ആര്? ധർമ്മപുത്രർ മാർക്കണ്ഡേയനോട്. എന്തുകൊണ്ടാണ് ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച കുവലാശ്വന് ധുന്ദുമാരൻ എന്ന് പേര് വന്നത്? ധുന്ദുവിനെ മരിപ്പിച്ചവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ധുന്ദുമാരൻ എന്ന് പേര് വന്നത് എന്നും കൂടി ഉപദേശിച്ച് അദ്ദേഹം കഥ ഉപസംഹരിച്ചു.